ഓക്കെ, ഒന്നാമത്തെ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസിൽ നമ്മൾ പ്രധാനപ്പെട്ട 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസുകൾ പഠിച്ചു. അതായത് പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ സെൻറ്റൻസുകളെ 4ആയി തിരിക്കുമെന്ന് പഠിച്ചു. അവിടെ നമ്മൾ പഠിച്ച 4 ടൈപ്പുകൾ ആർക്കൊക്കെ പറയാൻ പറ്റുമെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. അസർട്ടീവ് സെൻറ്റൻസ് അല്ലേ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്നതിന് അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയും. ഇനി ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവയെ നമ്മൾ എന്താ പറയാ ഇന്ററോഗേറ്റീവ്. വെരി ഗുഡ്. ആരാത് പഠിക്കുന്നത്? അലക്സ്, വെരി ഗുഡ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് അല്ലേ, ഇന്ററോഗേറ്റീവ്സ്. അതേസമയം അതൊരു എക്സ്ക്ലമേഷൻ, ആശ്ചര്യം, ഫീലിങ്സുകളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ദറ്റ് ഈസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണല്ലേ, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എന്നാൽ അതുമല്ലാതെ ചിലപ്പോൾ നമ്മൾ കൽപ്പനകൾ, ആജ്ഞകൾ, അത് കമാൻഡ്, സജഷൻസ് ഒക്കെ പറയില്ലേ, വെർബിൽ ആരംഭിക്കുന്ന സെന്റൻസുകൾ, അവയെ നമ്മൾ ഇമ്പറേറ്റീവ് എന്ന് വിളിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അത് കാണാത്തവർ കഴിഞ്ഞ ദിവസത്തെ അധ്യായം കാണുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ചോദ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചെയ്തു. അത് പഠിക്കാതെ ഇത് പഠിക്കരുത്. ഇന്ന് നമ്മൾ ഈ അധ്യായത്തിൻ്റെ 2ാമത്തെ ഭാഗം പഠിക്കുകയാണ്. അതായത് ഇനിയും മറ്റൊരു വിഭാഗം സെൻറ്റൻസുകളുണ്ട്. എന്താണ് ആ സെൻറ്റൻസുകൾ? അതാണ് സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിലാണ് 4ആയി തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പഠിച്ചു. സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും 4ആയി തിരിക്കും. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്. കോമ്പൗണ്ട് കോംപ്ലക്സ് ശ്രദ്ധിച്ച്, സിമ്പിൾ, കോമ്പൗണ്ട് കോംപ്ലക്സ്. ഓക്കെ, ആ പേരുകൾ ശരിക്കും ഒന്ന് പഠിച്ചേ നോട്ടെ. ഇതിൻ്റെ ബാറ്ററി ഒന്ന് മാറ്റിയിരുന്നു, വർക്ക് ചെയ്യുന്നില്ല. ബാറ്ററി കഴിഞ്ഞാൽ ഇവിടെ വാങ്ങിയതുണ്ടാവും, നോക്കിയോ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഇവിടെ സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസുകൾ അല്ലേ? യെസ്. അപ്പൊ നമുക്കിത് ഓരോന്നുമായിട്ട് പഠിക്കാം. ശ്രദ്ധിക്കണം, മസ്റ്റായിട്ട് ചോദ്യം വരുന്ന, ഈ അടുത്ത കാലത്തൊക്കെ ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ ഏരിയ. ചില ആളുകൾക്കൊക്കെ സംശയമുള്ള ഏരിയ ആണ്, പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പൊതുവെ ധരിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. പക്ഷെ സംഭവം സിമ്പിളാണ്. പക്ഷെ ശ്രദ്ധിച്ചാൽ സംഭവം സിമ്പിളാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സിമ്പിൾ സെന്റൻസുകൾ എന്താണ് എന്നുള്ളത് നോക്കാം. സിമ്പിൾ സെന്റൻസുകളെ ഞാൻ ആദ്യം സിമ്പിളായി തന്നെ പറയാം. ഒരു സബ്ജക്റ്റും ഒരു ഫിനിറ്റ് വെർബും ഉള്ള വാക്യങ്ങളാണ് സിമ്പിൾ സെന്റൻസുകൾ. നോൺ ഫിനിറ്റ് വെർബുകൾ എത്രയും ആകാം. പൂർണ്ണമായ അർത്ഥം തരുന്ന വാക്യങ്ങളായതുകൊണ്ട് തന്നെ ഇവ ഒരു ഇൻഡിപെൻഡൻസ് ക്ലോസ് ആയിരിക്കും. ഒന്നും മനസ്സിലായില്ല? പറഞ്ഞുതരാം. ആദ്യം പറഞ്ഞെന്താ, ഒരു സബ്ജക്റ്റും ഒരു ഫിനിറ്റ് വെർബും. ഈ ഫിനിറ്റ് ഒക്കെ തൽക്കാലം പോയിട്ട് നിങ്ങൾ ഒരു സബ്ജക്റ്റ് അല്ലേ, ഒരു വെർബ്. ഐ ആം ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുകയാണ്. ഈ ആം ടീച്ചിങ് എന്ന് പറയുന്ന വെർബാണ്, ഐ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇത് എന്താണ്? ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഷീസ് ടോക്കിംഗ്, ഷീ സബ്ജക്റ്റ്, ഇസ് ടോക്കിംഗ് വെർബ്. ഒരു സബ്ജക്റ്റ് ഒരു വെർബുമാണ്. മനസ്സിലായോ? ഇനി ഹി ഹാസ് റിട്ടൺ, ഹി സബ്ജക്റ്റ്, ഹാസ് റിട്ടൺ എ ലെറ്റർ ടു ഹെൽപ്പ് ഹിസ് സൺ. ഇതും ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, ഇത് വലിയൊരു സെന്റൻസ് അല്ലേ, ഇതിനകത്ത് ഹെൽപ്പ് ഇതൊരു വെർബാണല്ലോ എന്നൊക്കെ സംശയം വരും. അപ്പോഴാണ് ഈ പറഞ്ഞ ഫിനിറ്റ് വെർബ് എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രസക്തി. 2 തരം വെർബുകളുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ടു ഹെൽപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എന്താണ്? നോൺ ഫിനിറ്റ് വെർബാണ്. ഓക്കെ, എന്നാൽ ഹാസ് റിട്ടൺ എന്ന് പറയുന്നത് ഫിനിറ്റ് ആണ്. അത് രണ്ടും എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് നമുക്ക് നോക്കാം. ഫിനിറ്റ് ആൻഡ് നോൺ ഫിനിറ്റ് വെർബുകളെ കുറിച്ചൊരു ഐഡിയ ആദ്യം ഉണ്ടാക്കണം. സബ്ജക്റ്റിന്റെ ഏക ബഹുവചനത്തെ ആസ്പദമാക്കിയും ടെൻസിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്ന ക്രിയകളാണ് ഫിനിറ്റ് വെർബുകൾ. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ
ഞാനൊരു സെൻറ്റൻസ് എഴുതാം. ഐ ഗോ ടു പ്ലേ ക്രിക്കറ്റ്. ഈ സെൻറ്റൻസിനകത്ത് എത്ര വെർബുണ്ട്? ഐ ഗോ ടു പ്ലേ ക്രിക്കറ്റ്. എത്ര വെർബുണ്ട്? 2 ഉണ്ട് അല്ലേ? ഗോ എന്നുള്ളതൊരു വെർബാണ്, പ്ലേ എന്നുള്ളത് വെർബാണ്. ഇതിന് ഞാൻ വേറെ ടെൻസിൽ എഴുതാണ്. ഐ വെന്റ് ടു പ്ലേ ക്രിക്കറ്റ്. വീണ്ടും ഞാൻ എഴുതാണ്. ഐ ഹാവ് ഗോൺ ടു പ്ലേ ക്രിക്കറ്റ്. ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ എഴുതാം. ഞാനിവിടെ ഒരു ഉദാഹരണം ഒരു 3 എഴുതിയിട്ടുള്ളൂ. 3 എഴുതി. എനിക്ക് വേണമെങ്കിൽ ഇനിയും വേറെ രൂപത്തിൽ എഴുതാം. ഐ വിൽ ഗോ ടു പ്ലേ ക്രിക്കറ്റ്. ഐ ഹാർഡ്. ഏത് ടെൻസിനും 12 രൂപത്തിലും പറയാൻ പറ്റും. പക്ഷെ ഞാനിവിടെ 3 പറഞ്ഞിട്ടുള്ളൂ. ഈ 3 പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? 2 വെർബുകൾ ഉണ്ട് ഇതിൽ. പക്ഷെ ഒരു വെർബിന് മാത്രം ഒരു സ്ഥലത്ത് മാറ്റം വന്നിട്ടില്ല. ഗോ ഇവിടെ വെന്റായി, ഇവിടെ ഹാവ് ഗോണായി. ഈ ടു പ്ലേക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഉണ്ടോ? ഒരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ നോൺ ഫിനിറ്റ് വെർബുകളെന്നും ഇതിനെ ഫിനിറ്റ് വെർബുകളെന്നും വിളിക്കും. അതായത് ടെൻസിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരാത്തത് കൊണ്ട് ഇത് നോൺ ഫിനിറ്റ് ആണ്. ഈ തന്നിരിക്കുന്ന വെർബുകളെല്ലാം ടെൻസ് മാറിയപ്പം സംഗതി മാറി, അതിന്റെ രൂപം മാറി. അതുകൊണ്ട് അത് ഫിനിറ്റ് വെർബുകളായിരിക്കും. ഇനിയിപ്പോൾ ഇത് സബ്ജക്റ്റിനനുസരിച്ച് മാറും. ഇപ്പോ ഷീ ഹാസ് ഗോൺ, ഓക്കെ, ഹാവ് ഗോൺ ഹാസ് ഗോൺ ആയി. സബ്ജക്റ്റ് മാറി. ഇപ്പോൾ സബ്ജക്റ്റിന്റെയോ ടെൻസിന്റെയോ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന വെർബുകളെ എന്ത് വിളിക്കും? ശ്രീജിത്തെ, ആർക്കാ പറയാൻ സാധിക്കുക? എന്ത് വിളിക്കും? ഫിനിറ്റ് വെർബുകൾ എന്ന് വിളിക്കും. എന്നാൽ അതിന് മാറ്റം സംഭവിക്കാത്തവയെ നമ്മൾ എന്ത് വിളിക്കും? നോൺ ഫിനിറ്റ് എന്ന് വിളിക്കും. നോൺ ഫിനിറ്റുകൾ സാധാരണ 2 ചേർത്ത് എഴുതുന്ന 2+ വെർബുകളായിരിക്കും. ചിലപ്പോ ING ഉള്ള ജെറണ്ട് വെർബുകളായിരിക്കും. വെർബിന്റെ കൂടെ ING ഉള്ള ജെറണ്ടുകളായിരിക്കും. 2+ വെർബുകളോ ജെറണ്ടുകളോ ഒക്കെ ആവാം. മനസ്സിലായോ? ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ വേറൊരു സെന്റൻസ് എഴുതിത്തരാം. ഐ ലൈക്ക് പ്ലേയിങ് ക്രിക്കറ്റ്. ഇതിൽ ഏതാണ് നോൺ ഫിനിറ്റ് വെർബ്? ആർക്ക് പറയാൻ സാധിക്കും? ഏതാണ് നോൺ ഫിനിറ്റ് വെർബ്? അൻഷദ് അലി, ലിഞ്ചു, പ്രണവേ, ഐ ലൈക്ക് പ്ലേയിങ് ക്രിക്കറ്റിലെ നോൺ ഫിനിറ്റ് വെർബ് ഏതാണ്? ആരും ഇല്ലേ ക്ലാസ്സിൽ? പറയും. പ്ലേയിങ് ആണ്. ഇത് ജെറണ്ടാണ്, അതുകൊണ്ടാണ് ദിസ് ഈസ് ജെറണ്ട്. ഇത് ഇതിലെ ഫിനിറ്റ് വെർബാണ്, ഇത് നോൺ ഫിനിറ്റ് വെർബാണ്. ഈ ഐ ലൈക്ക് പ്ലേയിങ് ക്രിക്കറ്റ് ഒരു സിമ്പിൾ സെന്റൻസ് ആണോ? വേർ ഇറ്റ്സ് എ സിമ്പിൾ സെന്റൻസ്. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണോ? ആണ്. വൈ ഇറ്റ്സ് എ സിമ്പിൾ സെന്റൻസ്? എന്തുകൊണ്ടാണ് അതൊരു സിമ്പിൾ സെന്റൻസ് ആവുന്നത്? വൈ? അതിനകത്ത് ഒരു ഫിനിറ്റ് വെർബേ ഉള്ളൂ. ഒരു സബ്ജക്റ്റും ഒരു ഫിനിറ്റ് വെർബും. അപ്പോൾ ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉള്ള, ദാറ്റ് മീൻസ് ഒരു ഫിനിറ്റ് വെർബും ഉള്ളവ സിമ്പിൾ ആണ്. അതാണ് മുമ്പിൽ നമ്മൾ പറഞ്ഞ കാര്യം കേട്ടാ. അതാണ് സിമ്പിൾ സെന്റൻസ് എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞപ്പോ ഒരു സബ്ജക്റ്റും ഒരു ഫിനിറ്റ് വെർബും ഉള്ള വാക്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഹാസ് റിട്ടൺ ഫിനിറ്റ് ആണ്, ടു ഹെൽപ്പ് നോൺ ഫിനിറ്റ് ആണ്. അതുകൊണ്ടാണ് അത് സിമ്പിൾ ആവുന്നത്. ഇത്രയും മനസ്സിലായോ? ഗോട്ട് ഇറ്റ്? വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ?
ഉണ്ടാ ഇല്ല. ഇനി ഞാൻ ലളിതമായ ഭാഷയിൽ ഈ 4 സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. എൻ്റെതായ രീതിയിൽ ഞാൻ സിമ്പിളാക്കിയിട്ട് വാട്ട് ഈസ് സിമ്പിൾ സെൻറ്റൻസ്, വാട്ട് ഈസ് കോമ്പൗണ്ട്, വാട്ട് ഈസ് കോംപ്ലക്സ്, സിമ്പിൾ എന്താ, കോമ്പൗണ്ട് എന്താ, കോംപ്ലക്സ്, പിന്നെ കോമ്പൗണ്ട് കോംപ്ലക്സ് സിമ്പിളായി പറഞ്ഞിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഗഹനമാക്കി പറഞ്ഞുതരാം. അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസിന് മാർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഗഹനമാക്കി പറഞ്ഞു തരണം. പക്ഷെ ഗഹനമാക്കി പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ സിമ്പിളാക്കി ഒന്ന് പറയട്ടെ. പറയാം. ആദ്യം നമുക്ക് എന്താണ് സിമ്പിൾ സെന്റൻസ് എന്ന് നോക്കാം. ഞാനിപ്പോ പറഞ്ഞതാണ് ഒരു സബ്ജക്റ്റും ഒരു വെർബും. ഇപ്പോൾ ഐ ലൈക്ക് ഡ്രിങ്കിങ് കോഫി. ദിസ് ഈസ് എ സിമ്പിൾ സെന്റൻസ്. ജെറണ്ട് വരുന്നവയെല്ലാം സിമ്പിൾ സെന്റൻസ് അല്ലേ എന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രണവിന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പ്രധാനപ്പെട്ട പോയിന്റാണ്, ഞാൻ അതിലേക്ക് വരും. ഇനി സിമ്പിളായിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരും. ഐ ലൈക്ക് ഡ്രിങ്കിങ് കോഫി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സെന്റൻസ് ആണോ? അപ്പൊ ഐ ലൈക്ക് ഡ്രിങ്കിങ് കോഫി ഒരു സിമ്പിൾ ആണ്, ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇനി ഞാൻ വേറൊരെണ്ണം തരാം. ഐ ആം എ ടീച്ചർ. ഇവിടെ ആകുന്നു എന്ന വെർബാണ് ആം. സോ ദിസ് ഈസ് എ വെർബ്. ആകുന്നു. ദിസ് ഈസ് എ വെർബ്. ദിസ് ഈസ് എ സബ്ജക്റ്റ്. ഐ ആം എ ടീച്ചർ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അലക്സ് ആൻഡ്രൂസ്, അലക്സിന്റെ മൈക്ക് ഓൺ ആക്കിയിട്ട് അലക്സ് പറ. ഈ ഐ ആം എ ടീച്ചർ എന്നുള്ളതിൽ സബ്ജക്റ്റ് ഏതാ? ഐ. വെർബ് ഏതാ? ആകുന്നു എന്നുള്ളതുകൊണ്ട്. ഇത് ഓക്സിലറി ആണോ ചോദിച്ചാൽ ഓക്സിലറി ആണ്, പക്ഷെ വെർബാ, മെയിൻ വെർബാ, കാരണം ആകുന്നു. അപ്പൊ ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ട്. അപ്പൊ ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസാ? സിമ്പിൾ. ഓക്കെ. എന്നാ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം ആൻഡ്രൂസിനോട്. മൈ വൈഫ് ഈസ് എ ലോയർ. ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസാ? സിമ്പിൾ. കാരണം വൈ? എന്തുകൊണ്ടാണ് അത് സിമ്പിൾ ആണെന്ന് പറഞ്ഞത്? ഒരു സബ്ജക്റ്റും മൈ വൈഫ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും ഈസ് എന്ന് പറയുന്ന ഒരു വെർബും. അതുകൊണ്ട് ഇതെന്താണ്? സിമ്പിൾ ആണ്. ഓക്കെ. ഇനി ഞാനൊരു സെന്റൻസ് തരാം, ശ്രദ്ധിക്കണേ. അലക്സ് എവിടെയാ? വീട് എവിടെയാ? കോട്ടയം. വെരി ഗുഡ്. ഐ ആം എ ടീച്ചർ ആൻഡ് മൈ വൈഫ് ഈസ് എ ലോയർ. ഇത് എത്ര സെന്റൻസ്? അത് ഐ ആം എ ടീച്ചർ. രണ്ടെണ്ണം ഉണ്ടോ? ഒറ്റ സെന്റൻസാ. ഇവിടുന്ന് തുടങ്ങി ഈ ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുമ്പോൾ ഒരു സെന്റൻസ് അല്ലേ ആവുന്നുള്ളൂ? ഒറ്റ സെന്റൻസേ ഉള്ളൂ. ഇത് എത്ര സെന്റൻസാ? ഒരു സെന്റൻസേ ഉള്ളൂ. ഇവിടുന്ന് തുടങ്ങി അവിടെ അവസാനിക്കുന്നു. ഒരു സെന്റൻസ് ഒരു സബ്ജക്റ്റിൽ തുടങ്ങി ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നതിനെയാണ് നമ്മൾ ഒരു സെന്റൻസ് എന്ന് പറയാം. അത് രണ്ടെണ്ണല്ല, ഇത് ഒന്നാണ്. എങ്ങനെയത് ഒന്നായത്? ഒരു കൺജങ്ഷൻ കൂട്ടിയിട്ട് രണ്ട് സെന്റൻസുകൾ ഉണ്ടായിരുന്നു. ഐ ആം എ ടീച്ചർ ഒരു സെന്റൻസാ അല്ലേ? മൈ വൈഫ് ഈസ് എ ലോയർ എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് അല്ലേ? അതെ. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ആൻഡ് വെച്ചിട്ട് എന്ത് ചെയ്തു? യോജിപ്പിച്ച് ഒരു സെന്റൻസ് ആക്കി. ഈ ആൻഡിനെ നമ്മൾ കൺജങ്ഷൻസ് എന്നാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയാ, യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ. അപ്പൊ ആൻഡ് എന്ന് പറഞ്ഞ കൺജങ്ഷൻ വെച്ച് ഇതിനെ രണ്ടിനും ഒന്നാക്കി. ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസാ? ഇത് സിമ്പിൾ ആണോ? അല്ല. കാരണം ഇതിനകത്ത് എന്തുണ്ട്? സബ്ജക്റ്റുകൾ എത്ര ഉണ്ട്? രണ്ട്. വെർബ് എത്ര ഉണ്ട്? രണ്ട് സബ്ജക്റ്റും രണ്ട് വെർബും വന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിന് സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല. സിമ്പിൾ സെന്റൻസിന്റെ പ്രത്യേകത എന്താണ് അലക്സേ?
ഒരു സബ്ജക്റ്റും ഒരു ഫൈനൈറ്റ് വെർബും. ഒരു സബ്ജക്റ്റും ഒരു ഫിനിറ്റ് വെർബും. പക്ഷെ ഇവിടെ 2 സബ്ജക്റ്റായി പോയി, 2 വെർബായി പോയി. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് സെന്റൻസ്. ഇനി ഇങ്ങനെ വേണമെങ്കിലും പറയാം, 2 സിമ്പിൾ സെന്റൻസുകൾ കൂടി ചേർന്നുണ്ടാകുന്ന, ഇതൊരു സിമ്പിൾ സെന്റൻസ് ആയിരുന്നു, ഐ എം എ ടീച്ചർ, മൈ വൈഫ് ഈസ് എ ലോയർ, ഒരു സിമ്പിൾ, 2 സിമ്പിൾ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ വെച്ചിട്ട് എന്തായാലും കൂട്ടി യോജിപ്പിച്ചപ്പോൾ 2 സിമ്പിൾ കൂടി ചേർന്നപ്പോൾ ഒരു കോമ്പൗണ്ട് ആയി. ഇങ്ങനെയാണ് കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ അതിന് പൂർണ്ണാർത്ഥമുണ്ട്, ഞാനൊരു അധ്യാപകനാണ്. മൈ വൈഫ് ഈസ് എ ലോയറും എന്താണ് പൂർണ്ണമായ അർത്ഥമുണ്ട്. ഓക്കെ അലക്സേ, സംഗതി പിടുത്തം കിട്ടിയോ? മനസ്സിലായി സാർ. മനസ്സിലായി. ഓക്കെ, ഒരു കാര്യം കൂടെ, അവിടെ നിൽക്കേ പോലെ, he studied well, അവൻ നന്നായി പഠിച്ചു. ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസാ? സിമ്പിൾ. സിമ്പിൾ. അതെന്താ അതങ്ങനെ പറയാൻ കാരണം? ഒരു സബ്ജക്റ്റും ഒരു വെർബും. ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉള്ളത്. എന്നാൽ he failed in the exam. ഇതോ, ഈ സെന്റൻസോ? സിമ്പിൾ. he failed in the exam. ഇതും സിമ്പിൾ ആണ്. എന്തുകൊണ്ടാ? ഒരു സബ്ജക്റ്റും ഒരു വെർബും. ഒരു സബ്ജക്റ്റും ഒരു വെർബും. ഇനി ഞാൻ എഴുതുന്ന ശ്രദ്ധിക്കണേ, he studied well but he failed. അവൻ നന്നായി പഠിച്ചു, he failed in the exam. എന്നിട്ടും പക്ഷേ അവൻ തോറ്റുപോയി. ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസാ? ഇത് കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ട്. ഒറ്റ സെന്റൻസാ, പക്ഷെ ഇതിനകത്ത് 2 സബ്ജക്റ്റ് വരുന്നുണ്ട്, he സ്റ്റഡീഡ്, ഫെയിൽഡ്. ഇതിനെ യോജിപ്പിക്കാൻ ഉപയോഗിച്ച കൺജങ്ഷൻ ഏതാ? ബട്ട്. നേരത്തെ ഉപയോഗിച്ചതോ? നേരത്തെ തന്ന എക്സാമ്പിളില് ആൻഡ്. ഇപ്പൊ ബട്ട്. ഇങ്ങനെ കോമ്പൗണ്ട് സെന്റൻസിൽ 2 സെന്റൻസിലെ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൺജങ്ഷനുകൾക്ക് ഒരു പേരുണ്ട്. നമ്മളതിനെ ഫാൻ ബോയ്സ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഫാൻ ബോയ്സ്. ഒന്ന് പറ. ഫാൻ ബോയ്സ്. എഫ് എന്ന് പറഞ്ഞാൽ ഫോർ, എ എന്ന് പറഞ്ഞാൽ ആൻഡ്, എൻ എന്ന് പറഞ്ഞാൽ നോർ, ബി ഫോർ ബട്ട്, ഒ ഓർ, വൈ യെറ്റ്, എസ് എന്ന് പറഞ്ഞ സോ. ഈ പറയുന്ന കൺജങ്ഷനുകളെ നമ്മൾ വിളിക്കുന്നത് ഫാൻ ബോയ്സ് ആണ്. ഫോർ ആൻഡ് നോർ ബട്ട് ഓർ യെറ്റ് സോ. അപ്പൊ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, 2 സെന്റൻസുകളെ ഫോർ ആൻഡ് നോർ ബട്ട് ഓർ യെറ്റ് സോ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കൺജങ്ഷൻ ഉപയോഗിച്ച് യോജിപ്പിച്ചാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും അലക്സ്? കോമ്പൗണ്ട് സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയും. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട് മിസ്റ്റർ അലക്സ്. ഓക്കെ, ഇപ്പോൾ അലക്സ് പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ഇങ്ങനെ വിളിക്കും വരാൻ വേണ്ടി തയ്യാറാവുക. നല്ല കാര്യമാണ് കേട്ടോ, ഇന്ററാക്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ സിമ്പിൾ സെന്റൻസ് എന്താണെന്ന് പഠിച്ചു, കോമ്പൗണ്ട് എന്താണെന്ന് പഠിച്ചു അല്ലേ? I invited ശരണ്യ. ഞാൻ ശരണ്യനെ ക്ഷണിച്ചു. പ്രണവേ, മൈ അങ്കിൾ ആൻഡ് ടീച്ചർ കെയിം എന്നല്ല, കെയിം ഹിയർ. അതേതാണെന്നാണ് ഡൗട്ടാണോ അത്? പ്രണവിന്റെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. ഐ ഇൻവൈറ്റഡ് ശരണ്യ. നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസാ? ടൈപ്പ് ചെയ്തോ, ടെക്സ്റ്റ് ആക്കിയിട്ട്. സിമ്പിൾ ആണോ കോമ്പൗണ്ട് ആണോ? സിമ്പിൾ. വെരി ഗുഡ്.
She didn't come. ഏത് ടൈപ്പാ? She didn't come. അവൾ വന്നില്ല. ഏതാണ് അൻഷദ് അലി? സിമ്പിൾ ആണ്. I invited Saranya, yet she didn't come. ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? ദിസ് ഈസ് കോമ്പൗണ്ട് സെന്റൻസ്. എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലായി. ഒന്ന്, ഐ ഇൻവൈറ്റഡിലെ രണ്ട് സബ്ജക്റ്റ് വന്നിരിക്കുകയാണ്. ഇൻവൈറ്റഡ്, ഡിഡ്ന്റ് കം, രണ്ട് വെർബ് വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കോമ്പൗണ്ട് ആണ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഒരു ക്ലൂ ഉണ്ട്. എന്താ ക്ലൂ? എന്താ ക്ലൂ? ആ ക്ലൂ ആണ് എന്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന യെറ്റ്. ഇത് ഫാൻ ബോയ്സിനകത്തുള്ളതാ അല്ലെ? ഫാൻ ബോയ്സ് എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇതിന് മറ്റൊരു പേരാണ് ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് വിളിക്കാം. അപ്പൊ കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയ ഫാൻ ബോയ്സ്, അതിൽ ഈ വൈ ആണെന്ത്? യെറ്റ്. അപ്പൊ ഈ ഫാൻ ബോയ്സിലെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് രണ്ട് സെന്റൻസുകളെ, സിമ്പിൾ സെന്റൻസുകളെ യോജിപ്പിക്കുമ്പോൾ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയി മാറും. ഓക്കെ, മനസ്സിലായി? ശ്രീജിത്തെ മനസ്സിലായി? അങ്ങനെയെങ്കിൽ എന്താണ് കോംപ്ലക്സ് എന്ന് നോക്കാം നമുക്ക്. വാട്ട് ഈസ് കോംപ്ലക്സ് സെന്റൻസസ്? കോംപ്ലക്സ് സെന്റൻസസ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സെന്റൻസ്, അതായത് സിമ്പിൾ സെന്റൻസ് നമ്മൾ മെയിൻ വെർബ് എന്ന് വിളിക്കും. അല്ല, സോറി, ക്ലോസ്, മെയിൻ ക്ലോസ്. മെയിൻ വെർബ് അല്ല, മെയിൻ ക്ലോസ്. ഈ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണാർത്ഥമുള്ളതിനെ മെയിൻ ക്ലോസ് എന്ന് പറയാം. പൂർണ്ണാർത്ഥമുള്ളത്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഞാനിവിടെ ഒരു കോമ്പൗണ്ട് സെന്റൻസ് എഴുതാൻ പോവാണ്. കോമ്പൗണ്ട് നേരത്തെ പറഞ്ഞ തന്നെ, ഐ ഇൻവൈറ്റഡ്, ഞാൻ ക്ഷണിച്ചു, യെറ്റ് ഷീ ഡിഡ്ന്റ് കം. ഇതിൽ ഈ പറഞ്ഞ ഭാഗം ഐ ഇൻവൈറ്റഡ്, ഇതിനെ നമ്മൾ ഒരു മെയിൻ ക്ലോസ് എന്നാണ് വിളിക്കുക, MC. കാരണം അതിന് പൂർണ്ണാർത്ഥമുണ്ട്, ഒരു സബ്ജക്റ്റും വെർബും ഉണ്ട്. സിമ്പിൾ സെന്റൻസ് ആണ്. ദിസ് ഈസ് എ സിമ്പിൾ സെന്റൻസ്. അപ്പൊ ഈ സിമ്പിൾ സെന്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? മെയിൻ ക്ലോസ്. ഷീ ഡിഡ്ന്റ് കം, ഇത് ഒരു മെയിൻ ക്ലോസ് ആണ്. രണ്ട് മെയിൻ ക്ലോസിനെ എന്ത് വെച്ചിട്ടാണ്? ഒരു കോർഡിനേറ്റിംഗ് കണ്ടീഷൻ വെച്ചാണ് യോജിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ കോംപ്ലക്സ് സെന്റൻസുകളിൽ ഒരു മെയിൻ ക്ലോസും പ്ലസ് ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവുക. സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവുക. അത് നമ്മൾ SC എന്ന് പറയും. എന്താ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിൾ ആണ്. പൂർണ്ണാർത്ഥമില്ലാത്ത സെന്റൻസുകൾ. ഇപ്പോ ഞാനൊരു സെന്റൻസ് പറയാം. He was playing. ഇതൊരു പൂർണ്ണാർത്ഥമുള്ള സെന്റൻസ് ആണ്. പ്ലേയിങ് അല്ലേ? അവൻ കളിക്കുകയായിരുന്നു. അത് ഞാനിവിടെ എഴുതാണ്. When father came, അച്ഛൻ വന്നപ്പോൾ, he was
പ്ലേയിങ്. ശ്രദ്ധിക്കുക, ഞാൻ ഇതിനോട് മുറിച്ചു. ഈ തന്നിരിക്കുന്ന വെൻ ഫാദർ കെയിം എന്ന് പറഞ്ഞാൽ അതിന് പൂർണ്ണാർത്ഥമുണ്ടോ? അച്ഛൻ വരുമ്പോൾ, വന്നപ്പോൾ. പൂർണ്ണാർത്ഥമുണ്ടോ? ഉണ്ടോ? ഇല്ല. ക്ലാസ്സിന് ചാറ്റിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഇതിന് പൂർണ്ണാർത്ഥമില്ല. സോ ദിസ് ഈസ് സബോർഡിനേറ്റ് ക്ലോസ്. പക്ഷെ ഹി വാസ് പ്ലേയിങ് എന്ന് പറയുമ്പോൾ നമുക്കത് സിമ്പിൾ സെന്റൻസ്, അതിൽ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. ഇത് ഒരു മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും കൂടി ചേർന്നപ്പോൾ അതെന്തായി? അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആയി. ഓക്കെ, മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഞാനൊരു സെന്റൻസ് വേറെ എഴുതാം. You will pass the exam. ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? യു വിൽ പാസ് ദ എക്സാം. നിങ്ങൾ പറ, യു വിൽ പാസ് ദ എക്സാം. നീ പരീക്ഷ ജയിക്കും. ഇത് സിമ്പിളാണ്, കാരണം സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. സോ ദിസ് ഈസ് സിമ്പിൾ ആണ്. ഇത് പൂർണ്ണാർത്ഥമുണ്ട്. ഇതൊരു മെയിൻ ക്ലോസും കൂടിയാണ് അല്ലേ? ഇത് സിമ്പിൾ സെന്റൻസ് ആണ്. ദിസ് ഇസ് മെയിൻ ക്ലോസ്. ഇനി ഞാൻ സെന്റൻസ് എഴുതാം. ഇഫ് യു സ്റ്റഡി വെൽ. ഇതിന് പൂർണ്ണാർത്ഥം ഉണ്ടോ? ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിച്ചാൽ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതൊരു മെയിൻ ക്ലോസ് എന്ന് പറയാൻ സാധിക്കില്ല. ആണോ? അല്ല. ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പൊ ഞാൻ അവിടെ സെന്റൻസ് എഴുതാം. You will pass if you study well. ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? ഈ തന്നിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? ഇതൊരു ഇതിനവിടെ മുറിക്കാം. യു വിൽ പാസ് എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ് ആണ്. ഇഫ് യു സ്റ്റഡി വെൽ ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും കൂടെ കൂടിയാൽ ഈക്വൽ ടു കോംപ്ലക്സ് സെന്റൻസ് ആണ്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഇവിടെ ഇഫ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്ന എക്സാമ്പിൾ വെൻ ആണ് അല്ലേ? വെൻ ആണ് കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്തത്. ഇപ്പൊ ഇഫ്. ഈ ഇഫിനെയും വെന്നിനെയും ഒക്കെ സബോർഡിനേറ്റ് കൺജങ്ഷൻസ് എന്ന് പറയും, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. നേരത്തെ പറഞ്ഞ ഫാൻ ബോയ്സുകളെ നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയും. ഇപ്പൊ ഇവയെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇത് വെൻ ഇഫ് മാത്രമേ ഉള്ളൂ? അല്ല, ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് ഞാൻ തരാം. എന്തായാലും ബേസിക്കലി നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ, എന്താണ് കോമ്പൗണ്ട്, എന്താണ് കോംപ്ലക്സ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി കോമ്പൗണ്ട് കോംപ്ലക്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് അഡ്വാൻസ്ഡ് ആണ്, അത് ലാസ്റ്റ് പഠിക്കാം. അപ്പൊ ഇതാണ് സിമ്പിളായിട്ട് എന്താണ് സിമ്പിൾ, എന്താണ് കോമ്പൗണ്ട്, എന്താണ് കോംപ്ലക്സ് എന്ന പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കുന്നതായിരിക്കും. ഇനി ഞാൻ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് പഠിപ്പിക്കാം. ഗൗരവത്തിൽ നമുക്കിതിനെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ സെന്റൻസുകൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സബ്ജക്റ്റും ഒരു ഫിനിറ്റ് വെർബും ഉണ്ടെങ്കിൽ സിമ്പിൾ ആണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ സിമ്പിൾ നിങ്ങൾക്കറിയാം. ഇനി കോമ്പൗണ്ട് സെന്റൻസുകൾ ഓക്കെ എന്താണ് എന്നാണ് നോക്കുന്നത്. അല്ലെ സിമ്പിൾ മുഴുവൻ പറഞ്ഞിട്ട് പോയാൽ മതിയോ? അത് മുഴുവൻ അങ്ങ് പറഞ്ഞിട്ട് പോവാം കേട്ടോ. നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ അറിയുന്ന ആളുകളല്ലേ. അപ്പോൾ നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്താണെന്ന് പഠിച്ചു. ഒരു സബ്ജക്റ്റും ഒരു ഫിനിറ്റ് വെർബും ഉള്ളത് സിമ്പിൾ സെന്റൻസ് ആണ്. ഇത് കൂടാതെ അതിലേക്ക് പോകാൻ്റെ മുമ്പ്
ഐ ലൈക്ക് കോഫി സിമ്പിൾ സെൻറ്റൻസ് ആണ്. മേരി ലൈക്സ് ടീ സിമ്പിൾ ആണ്. ദ മൂൺ ഇസ് ബ്രൈറ്റ് സിമ്പിൾ ആണ്. മം കുക്ക്ഡ് ഡിന്നർ, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഐ ആം എ സ്റ്റുഡൻറ്, ഇതൊക്കെ സിമ്പിൾ ആണ്. ഷീ ഈസ് എ ടീച്ചർ, ദേ ആർ ഹാവിംഗ് പൊറോട്ട ഫോർ ഡിന്നർ ടു നൈറ്റ്. നോക്കിയേ, ഇത് സിമ്പിൾ ആണോ? ഇതിലൊരു സബ്ജക്റ്റും ആർ ഹാവിംഗ്, ഒരു ഫിനിറ്റ് വെർബേ ഉള്ളൂ, ബാക്കിയൊന്നും വെർബല്ല. വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ, സിമ്പിളാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് കൂടാതെ ചില സമയങ്ങളിൽ നോൺ ഫിനിറ്റുകൾ വരുന്ന ചില സിമ്പിൾ സെൻറ്റൻസുകളുണ്ട്. നോൺ ഫിനിറ്റുകൾ ആരംഭിക്കുന്ന സെൻറ്റൻസുകൾ. ഉദാഹരണം, ജെറണ്ടിൽ ആരംഭിക്കുന്ന എല്ലാ സെൻറ്റൻസും സിമ്പിൾ ആയിരിക്കും. വാക്കിംഗ് ഈസ് ഗുഡ്, റീഡിങ് ഈസ് മൈ ഫേവറേറ്റ് ഹോബി. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടെങ്കിൽ അത് സിമ്പിളാണ്. അത് കൂടാതെ ഏതെങ്കിലും സെന്റൻസ് ജെറണ്ടിൽ ആരംഭിച്ചാൽ, വേറെ നിങ്ങൾ വായിച്ചെന്നെ നോക്കണ്ട, ആരംഭിക്കുന്ന ജെറണ്ടിലാണ് നോക്കുക, അത് സിമ്പിൾ ആയിരിക്കും. അടുത്തത് ടു ഇൻഫിനിറ്റീവിലാണ് ആരംഭിക്കുന്നത് നോക്കുക. ഇങ്ങനെ ടു ട്രാവൽ, ടു സീ, അതും സിമ്പിൾ ആയിരിക്കും. ടു ട്രാവൽ ഇസ് ഓൺലി തിങ് ഓൺ ഹെർ മൈൻഡ്. അങ്ങനെ ആരംഭിക്കുന്ന ഈ 2+ വെർബിലാണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കണ്ട. ടു സീ ഹെർ അൺഹാപ്പി, അൺബിയറബിൾ, ഒക്കെ സിമ്പിൾ ആയിരിക്കും. 3, പ്രസന്റ് പാർട്ടിസിപ്പിളിൽ ആരംഭിക്കും. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ജെറണ്ടിൽ ആരംഭിക്കുന്നു. ജെറണ്ടും പ്രസന്റ് പാർട്ടിസിപ്പിൾ ഏകദേശം കാണാൻ ഒരുപോലെ ING ഉള്ള വാക്കുകളാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ING ഉള്ള വാക്കിൽ ആരംഭിക്കുന്നുവെങ്കിൽ അതെന്താണ്? സിമ്പിൾ സെന്റൻസ് ആണ്. പക്ഷെ ഈ ING ഉള്ള വാക്ക് 2 രൂപത്തിലുണ്ട്. നേരത്തെ പറഞ്ഞത് ജെറണ്ട്, ഇപ്പൊ പറഞ്ഞത് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതെന്താ രണ്ടും തമ്മിൽ വ്യത്യാസം പറഞ്ഞുതരാം. ജെറണ്ടും പ്രസന്റ് പാർട്ടിസിപ്പിളും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ജെറണ്ട്, പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ING കൂട്ടിയാലും അത് വെർബാണ്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING കൂട്ടുമ്പോൾ അത് നൗൺ ആവും. ഉദാഹരണം, റീഡിങ് ഈസ് മൈ ഫേവറേറ്റ് ഹോബി. ഇവിടെ റീഡിങ്ങിന് വായന എന്നാണ് അർത്ഥം. വായന ഇതൊരു നൗണാണ്. അപ്പോൾ അല്ലേ, വായന പ്രവൃത്തിനെ പറയുന്നതാണ്. ഇനി റീഡിങ് the book she cried. ഇവിടെ റീഡിങ്ങിന്റെ അർത്ഥം എന്താ? റീഡിങ് ദ ബുക്ക്, പുസ്തകം വായിച്ചിട്ട്. അത് ക്രിയ തന്നെയാണ് അല്ലേ, വായിച്ചിട്ട്. അതുകൊണ്ട് ഇത് വെർബാണ്. ഈ സന്ദർഭത്തിന് നമ്മൾ പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിളാണ്. ഈ ING വെർബ് പ്രസന്റ് പാർട്ടിസിപ്പിളും മേലെത്തിയത് നൗണുമാണ്. അപ്പൊ എന്താ നൗൺ, അതായത് ജെറണ്ട്. ജെറണ്ടും പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് മനസ്സിലായ? കാണുമ്പോൾ രണ്ടും ഒരുപോലെ ആയിരിക്കും, വായിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായോ? കാണുമ്പോൾ ഒരുപോലെ ആയിരിക്കും, വായിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഗോട്ട് ഇറ്റ്? അപ്പൊ ഏതെങ്കിലും ഒരു സെന്റൻസ് പ്രസന്റ് പാർട്ടിസിപ്പിളോ ജെറണ്ടിലോ ടു ഇൻഫിനിറ്റീവിലോ ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V3 രൂപത്തിലോ, ഷെയ്ഖൺ എന്നത് V3 ആണ്, അബാൻഡൻഡ് ബൈ ഹിസ് പാരന്റ്സ് അറ്റ് ഏർലി ഏജ്, ഇങ്ങനെ V3 വന്നു കഴിഞ്ഞാൽ അത്തരം സെന്റൻസുകളെല്ലാം സിമ്പിൾ സെന്റൻസുകളാണ്. ഇനി ലാസ്റ്റ് ഒരു പോയിന്റും കൂടിയുണ്ട്. ബീങ്, ബിസൈഡ്സ്, ഇൻസ്പൈറ്റ് ഓഫ്, ബിക്കോസ് ഓഫ് എന്ന് പറയുന്ന പ്രപ്പോസിഷണൽ നൗണുകളിൽ, അത് ഈ പറയുന്ന വാക്ക് ഇൻസ്പൈറ്റ് ഓഫ്, ബിസൈഡ്സ്, ബീങ്, ഇൻസ്പൈറ്റ് ഓഫ്, ഓക്കെ, ഇങ്ങനത്തെ സംഗതികളിൽ ആരംഭിക്കുന്ന സെന്റൻസുകളെല്ലാം ആരംഭിക്കില്ല, അല്ല എവിടെയെങ്കിലും ഉണ്ടായാലും മതി. എന്നാ ബീങ്. അപ്പൊ നോക്കിയേ, ബീങ്, ബിസൈഡ്സ്, ഇൻസ്പൈറ്റ് ഓഫ്, ബിക്കോസ് ഓഫ്, സാധാരണ അതിൽ ആരംഭിക്കുകയാണ് ചെയ്യുക, ചിലപ്പോൾ അത് ഇടയിലും വരാം. ഈ പറഞ്ഞ വാക്കുകൾ ഉണ്ടെങ്കിൽ ആ സെന്റൻസുകൾ എന്താണ്? സിമ്പിളാണ്. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ എക്സാമിന് ചോദിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത്രയുമാണ് സിമ്പിൾ സെന്റൻസുകൾ എന്ന് പറയുന്നത്.
ഓക്കെ, ഇത് പഠിക്കാനില്ലാത്തതാണ്. യെസ്, ഓക്കെ. പഠിക്കാനില്ലാത്തല്ല, സോറി, പഠിക്കാനുള്ളതാണ്. നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരാണ്. അതായത് നേരത്തെ ആരോ ചോദിച്ചിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു ആൻഡ് വെച്ചിട്ട് എഴുതുന്ന സെന്റൻസുകൾ എന്താണ്, കോമ്പൗണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അത് ഫാൻ ബോയ്സിലുള്ള, അപ്പൊ ആൻഡ് വെച്ച് എഴുതുമ്പോൾ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും. പക്ഷെ ഒരു ചതിയുണ്ട്, ചില സമയത്ത് ആൻഡ് ഉപയോഗിച്ചാലും അത് സിമ്പിൾ ആവാനുള്ള സാധ്യതയുണ്ട്. അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനു ആൻഡ് അമൽ ആർ വർക്കിംഗ് ഓൺ ദ പ്രോജക്റ്റ്, ഇതിന്റെ സബ്ജക്റ്റ് രണ്ടുപേരും കൂടിയാണ്. രണ്ട് സബ്ജക്റ്റിനെ യോജിപ്പിക്കാനാണ് ആൻഡ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ വെരി സിമ്പിൾ. ഋതിക ആൻഡ് അത്തിക, മമ്മ ആൻഡ് ഡാഡ്, ഷാലു ആൻഡ് വിദ്യ. അവിടെ ആൻഡ് ഉണ്ട് ഇവിടെയൊക്കെ, പക്ഷെ ഈ ആൻഡ് എന്തിന്റെ ആൻഡ് അല്ല, അത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സെന്റൻസിനെ യോജിപ്പിക്കാനല്ല, രണ്ട് നൗണുകളെ, സബ്ജക്റ്റിനെ യോജിപ്പിക്കാനാണ്. രണ്ടെണ്ണത്തിനെ യോജിപ്പിച്ച് ഒന്നാക്കുക. അപ്പൊ സബ്ജക്റ്റുകളെ യോജിപ്പിക്കാൻ ആൻഡ് ഉപയോഗിച്ചാൽ അതെന്തല്ല, കോമ്പൗണ്ട് അല്ല, അത് സിമ്പിൾ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഉണ്ടൊക്കെ പറയണം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണം കേട്ടോ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇപ്പോ സിമ്പിൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. സിമ്പിൾ സെന്റൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി കോമ്പൗണ്ടിലേക്ക് വരാം. ഞാൻ കോമ്പൗണ്ട് നേരത്തെ പറഞ്ഞു, രണ്ടോ അതിലധികം ഇൻഡിപെൻഡന്റ് ക്ലോസ്, അതായത് മെയിൻ ക്ലോസിന്റെ മറ്റൊരു പേരാണ് ഇൻഡിപെൻഡന്റ് ക്ലോസ്. രണ്ടോ അതിലധികം ഇൻഡിപെൻഡന്റ് ക്ലോസ്. അപ്പോൾ ഐ ആം എ ടീച്ചർ ആൻഡ് മൈ വൈഫ് ഈസ് എ ലോയർ, ഇവിടെ ആൻഡ് വെച്ചിട്ട് രണ്ടും കൂടെ യോജിപ്പിച്ചു. സോ ദിസ് ഈസ് എന്താണ്, ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ടാവുന്നത് ഫോർ ആൻഡ് നോറ് ബട്ട് ഓറ് എറ്റ് സോ പോലെയുള്ള ഫാൻ ബോയ്സുകളായിട്ട് എന്ന് വിളിക്കുന്ന കൺജങ്ഷൻസ് വരുമ്പോഴാണ്. ഇതാണ് ഫാൻ ബോയ്സ്, ഫോർ ആൻഡ് നോറ് ബട്ട് ഓറ് എറ്റ് സോ. ഇതിനെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഫാൻ ബോയ്സ് എന്ന് പറയാം. ഓക്കെ, he tried hard and so he won the game. ഇവിടെ ആൻഡ് ഉപയോഗിച്ച് രണ്ട് സെന്റൻസിനെ യോജിപ്പിച്ചു. ഇത് കോമ്പൗണ്ട് ആണ്. ലണ്ടൻ ഈസ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് റോം ഈസ് ഇൻ ഇറ്റലി. Rimi never wrote the letter, nor did she call him. We have never been Asia, nor have we visited Africa. I'm good at swimming, but I don't like it. He didn't want to go to the dentist, yet he went anyway. Everyone was busy, so I went to the movie alone. She is still ill, so she will not come. ഇവിടെ കണ്ടോ, ആൻഡ് നോറ് ബട്ട് എറ്റ് സോ ഒക്കെ വെച്ചിട്ട് രണ്ട് സെന്റൻസുകളെ യോജിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം എന്താണ്, അതെല്ലാം കോമ്പൗണ്ട് സെന്റൻസുകളാണ്. ഈ പറഞ്ഞവയെല്ലാം കോമ്പൗണ്ട് സെന്റൻസുകളാണ്. ക്ലിയർ? ക്ലിയർ? ഇനി ഫാൻ ബോയ്സ് കൂടാതെ, ഇപ്പൊ പറഞ്ഞ ഫാൻ ബോയ്സ് കൂടാതെ വേറെയും ചില കൺജങ്ഷനുകൾ വന്നാലും അത് കോമ്പൗണ്ട് ആയിരിക്കും. എയ്തർ ഓർ, നെയ്തർ നോർ, ബോത്ത് ആൻഡ്, ജസ്റ്റ് ആസ് സോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, വെദർ ഓർ. ശ്രദ്ധിക്കുക, ഈ പറയുന്ന രണ്ട് കഷ്ണം, രണ്ട് മുറിക്കഷ്ണങ്ങളുള്ള, കണ്ടോ, ഒരെണ്ണം ഇവിടെ ഇരിക്കുന്ന ഇങ്ങനത്തെ മുറിക്കഷ്ണമുള്ള കൺജങ്ഷനുകളുണ്ട്. അവ ഏതെങ്കിലും വന്നാലും അതെന്തായിരിക്കും, കോമ്പൗണ്ട് ആയിരിക്കും. ഓക്കെ, ഈ കൺജങ്ഷനിൽ വിളിക്കുന്നത് കോറിലേറ്റീവ് കൺജങ്ഷൻസ് എന്നാണ്. ഇങ്ങനെ രണ്ട് പാർട്ടുള്ള കൺജങ്ഷനുകളെ വിളിക്കുന്നത്. ഈ കൺജങ്ഷൻസ് എന്ന് പറയുന്ന ഒരു പാഠങ്ങൾക്ക് പഠിക്കാണ്ട് വരുന്നുണ്ട്. അവിടെ നിങ്ങൾ ഇതൊക്കെ പഠിക്കും, ഇതിന്റെ ഒക്കെ ഉപയോഗം, വാട്ട് ഈസ് എയ്തർ ഓർ, നെയ്തർ നോർ. അപ്പോൾ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണിത്. അപ്പൊ കോറിലേറ്റീവ് കൺജങ്ഷൻസും കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും, യെസ്, കോറിലേറ്റീവും കോർഡിനേറ്റീവും, കോർഡിനേറ്റീവ് അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, അതാണ് ഈ ഫാൻ ബോയ്സ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഈ പറഞ്ഞ രണ്ട് ഭാഗമുള്ള എയ്തർ ഓർ, നെയ്തർ നോർ, ബോത്ത് ആൻഡ്, ജസ്റ്റ് ആസ് സോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, വെദർ ഓർ ഒക്കെ രണ്ട് ഭാഗമുള്ളത് കൊണ്ട് ഇവയെല്ലാം എന്ത് കൺജങ്ഷൻസ് ആണ്, ഇവയെല്ലാം കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. അപ്പൊ കോറിലേറ്റീവ് കൺജങ്ഷൻസോ കോർഡിനേറ്റീവ് കൺജങ്ഷൻസോ വന്നാൽ അവയെല്ലാം എന്തായിരിക്കും, കോമ്പൗണ്ട് സെന്റൻസുകളായിരിക്കും.
അതേസമയം കോംപ്ലക്സിൽ വരുന്ന കൺജങ്ഷൻസിന്റെ പേരെന്താ? ആർക്ക് പറയാൻ പറ്റും? കോംപ്ലക്സിൽ വരുന്നത്, കോംപ്ലക്സ് സെന്റൻസിൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. മനസ്സിലായോ? മനസ്സിലായി? യെസ്. ഹി ഈസ് നോട്ട് ഓൺലി എ ടീച്ചർ ബട്ട് ഓൾസോ ആൻ ഓതർ. ഏത് ടൈപ്പ് ഓഫ് സെന്റൻസാ? പറയൂ പ്രണവേ, ശരണ്യ, ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസാ? ദിസ് ഈസ് സിമ്പിൾ ആണോ, കോമ്പൗണ്ട് ആണോ, കോംപ്ലക്സ് ആണോ? ദിസ് ഈസ് കോമ്പൗണ്ട്. വൈ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്ന ഒരു കോറിലേറ്റീവ് കൺജങ്ഷൻ ഉണ്ട്. ഹീസ് എയ്തർ എ ടീച്ചർ ഓർ എ ഡോക്ടർ. എയ്തർ ഓർ എന്ന് പറയുന്ന കോറിലേറ്റീവ് കൺജങ്ഷൻ ഉള്ളതുകൊണ്ട് ഇത് കോമ്പൗണ്ട് ആണ്. നെയ്തർ നോർ ഉള്ളതുകൊണ്ട് ഇത് കോമ്പൗണ്ട് ആണ്. ബോത്ത് ആൻഡ് ഉള്ളതുകൊണ്ട് അത് കോമ്പൗണ്ട് ആണ്. ഓക്കെ, യെസ്, ദിസ് ഈസ് ദ കോമ്പൗണ്ട് സെന്റൻസ്. ഇനി കോമ്പൗണ്ട് സെന്റൻസിൽ ഒരു പോയിന്റ് കൂടിയുണ്ട്. കൺജങ്ക്റ്റീവ് ആഡ്വർബുകളായ അതർവൈസ്, ഇൻഫാക്ട്, മോർ ഓവർ, നെവർത്തലെസ്, നൺത്ലെസ്, അക്കോർഡിംഗ്ലി, ആസ് എ റിസൾട്ട്, കമ്പാരിറ്റീവ്ലി, ഈ പറയുന്ന വാക്കുകളും ഓൺ ദി അതർ ഹാൻഡ്, ഈ പറയുന്ന വാക്കുകളും ഇതിൽ ഏതെങ്കിലും ഒരു കൺജങ്ഷൻ, ഇതിനെ കൺജങ്ക്റ്റീവ് ആഡ്വർബ് എന്നാ പറയുക. ഈ കൺജങ്ക്റ്റീവ് ആഡ്വർബുകളായ അതർവൈസ്, ഇൻഫാക്ട്, മോർ ഓവർ, നെവർത്തലെസ്, നൺത്ലെസ്, അക്കോർഡിംഗ്ലി, ആസ് എ റിസൾട്ട്, കമ്പാരിറ്റീവ്ലി, ഓൺ ദ അതർ ഹാൻഡ്, ഇത്രയും വാക്കുകളുണ്ടെങ്കിലും അതും കോമ്പൗണ്ട് ആയിരിക്കും. കുറച്ച് വലിയ ടോപ്പിക്കാണ് കേട്ടോ. ഐ ആം ബിസി ടുഡേ, അതർവൈസ് ഉണ്ട് അല്ലേ, അതുകൊണ്ട് ഇത് കോമ്പൗണ്ട് ആണ്. അതർവൈസ് ഉണ്ട്, കോമ്പൗണ്ടാ. മോർ ഓവർ ഉണ്ട്, കോമ്പൗണ്ടാ. ഇതിൽ ആസ് എ റിസൾട്ട് ഉണ്ട്, അത് കോമ്പൗണ്ടാ. ഓൺ ദി അതർ ഹാൻഡ് ഉണ്ട്, അതുകൊണ്ട് ഇതൊക്കെ കോമ്പൗണ്ട് സെന്റൻസുകളാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തരുന്ന ക്ലാസ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ക്ലാസ് ആണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചോദ്യം നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കില്ല. അത്രയും ഡീപ്പിലാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ. ഇനി ഞാനിതൊന്ന് ചുരുക്കി പറയാം. അതായത് നിങ്ങൾ കോമ്പൗണ്ട് സെന്റൻസുകൾ പഠിച്ചപ്പോൾ കോമ്പൗണ്ട് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്ന കൺജങ്ഷനുകൾ ഒന്ന് കോറിലേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. എയ്തർ ഓർ, നെയ്തർ നോർ, ബോത്ത് ആൻഡ്, ജസ്റ്റ് ആസ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, പിന്നെ ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, പിന്നെന്താ, യെറ്റ്, സോ. ഓക്കെ, കൂടാതെ എയ്തർ ഓർ, നെയ്തർ നോർ, ബോത്ത് ആൻഡ്, ജസ്റ്റ് സോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, വെദർ ഓർ. അടുത്തത് കൺജങ്ക്റ്റീവ് ആഡ്വർബ്സ് ആയിട്ടുള്ള അതർവൈസ്, ഇൻഫാക്ട്, മോർ ഓവർ, നെവർത്തലെസ്, നൺത്ലെസ്, accordingly, as a result, comparatively, on the other hand. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. എപ്പോഴും കോമ്പൗണ്ട് സെന്റൻസുകളിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയ ഫാൻ ബോയ്സ് ആണ് കൂടുതലായും 90% വരിക. ചിലപ്പോൾ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആയിരിക്കും. കൺജങ്ക്റ്റീവ് ആഡ്വർബ് വരാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ. ഇത്രയും സംഗതികൾ ഓർത്തു വെച്ചാൽ ഇതിൽ ഏത് വാക്ക് കണ്ടാലും അതെന്തായിരിക്കും? കോമ്പൗണ്ട് സെന്റൻസുകളായിരിക്കും. കാര്യം പിടുത്തം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ ചാർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇത്രയും കൃത്യമായ ഒരു നോട്ട് നിങ്ങൾക്ക് പുറമെന്ന് പോലും കിട്ടില്ല. ശ്രദ്ധിക്കുക, കാരണം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള പല ഗൈഡുകളും ഈ ഒരു ടോപ്പിക്കിൽ, ടൈപ്സ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ തെറ്റായ വിവരങ്ങളാണ് തരുന്നത്. ആധികാരികമായ വിവരങ്ങൾ തരുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക. അത് ഏതൊക്കെ എവിടെ ഉപയോഗിക്കുന്ന പല ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ചാർട്ട് ശ്രദ്ധിക്കുക. ഈ ചാർട്ടിൽ പറയുന്ന ഏത് വാക്ക് കണ്ടാലും ദാറ്റ് ഈസ് കോമ്പൗണ്ട് സെന്റൻസ്. അത് കോർഡിനേറ്റീവ് കൺജങ്ഷൻസ് ആവാം, കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആവാം, കൺജങ്ക്റ്റീവ് ആഡ്വർബ്സ് ആവാം. ഇനി കോംപ്ലക്സ് സെന്റൻസുകളാണ്. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനെ സബോർഡിനേറ്റിംഗ് ക്ലോസ് ആണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസുകളും ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും, അതായത് മെയിൻ ക്ലോസും ചേർന്നിട്ടാണ് ഇത് ഉണ്ടാവുക. മൈ ഡാഡ് ലാഫ്ഡ് വെൻ ഐ ടോൾഡ് എ ജോക്ക്. വെൻ ഐ ടോൾഡ് എ ജോക്ക് ഈസ് എ സബോർഡിനേറ്റ് ക്ലോസ് ആൻഡ് മൈ ഡാഡ് ലാഫ്ഡ് ഈസ് എ മെയിൻ ക്ലോസ്. ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ചേർന്നപ്പോൾ
കോംപ്ലക്സ് സെന്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് എന്താ കോംപ്ലക്സ് സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഐ വാഷ്ഡ് ദ കാർ ആഫ്റ്റർ ഐ കെയിം ഹോം. ശ്രദ്ധിക്കണം, ആഫ്റ്റർ ഐ കെയിം ഹോം, ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എന്ന് പറയുമ്പോൾ അതിന് പൂർണ്ണാർത്ഥമില്ല. സോ ദിസ് ഇസ് സബോർഡിനേറ്റ് ക്ലോസ് ആൻഡ് ദിസ് ഈസ് എ മെയിൻ ക്ലോസ്. അതുകൊണ്ട് ദിസ് ഈസ് എ കോംപ്ലക്സ് സെന്റൻസ്. ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഇനി ഹി വെന്റ് ടു സീ എ ഡോക്ടർ ബിക്കോസ് ഹി വാസ് സിക്ക്. ബിക്കോസ് ഹി വാസ് സിക്ക്, കാരണം അയാൾ രോഗിയായിരുന്നു. ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്, ഇതിൻ മെയിൻ ക്ലോസ് ആണ്. അതുകൊണ്ട് ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. വെൻ ഹി സോ ദ പോലീസ് ഹി റാൻ അവേ. വെൻ ഹി സോ ദ പോലീസ് എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് ആണ്, ഹി റാൻ അവേ ഒരു മെയിൻ ക്ലോസ് ആണ്. ഇവിടെ ഉപയോഗിച്ചിട്ട് കൺജങ്ഷൻസ് നോക്കിയേ, ആഫ്റ്റർ, ബിക്കോസ്, വെന്ന്. വെന്നൊക്കെ കണ്ടാൽ മനസ്സിലാക്കുക എപ്പോഴും സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ആസ്, ബിക്കോസ്, സിൻസ്, ഓൾദോ, ഈവൻ ദോ, അതായത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുക. ദോ, whereas, while, even if, as long as, in case, whereas, wherever, in order that, so that, after, before, as soon as, once, until, when, whenever, while, that. ഈ that ബിക്കോസ് ഓഫ് ഇടയിൽ വന്നാൽ സിമ്പിൾ സെന്റൻസ് ആണോ? ഞാൻ ബിക്കോസ് ഓഫ് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ. ബിക്കോസ് ഓഫ് എവിടെയാ? ബിക്കോസ് ഓഫ് സിമ്പിൾ ആണ് കേട്ടാ അലക്സേ. യെസ് യെസ്, നമ്മുടെ പോയിന്റിലേക്ക് വീണ്ടും തിരികെ വരാം. നമ്മളിപ്പോൾ പറയുന്നത് കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസിൽ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ആസ്, ബിക്കോസ്, സിൻസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിക്കോസ് പ്രധാനപ്പെട്ടാണ്. ദോ, ഓൾദോ, ഈവൻ ദോ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇഫ് പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് സോ ദാറ്റ്, ആഫ്റ്റർ, ഓക്കെ, ദാറ്റ്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുള്ളൂ അത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഐ നോ ദാറ്റ് ഷീ ഈസ് എ ഗുഡ് ഗേൾ. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സംഗതി കോംപ്ലക്സ് ആയത്? ഐ നോ ദാറ്റ് ഷീ ഈസ് എ ഗുഡ് ഗേൾ. ആരാ വരിക സ്റ്റേജിലേക്ക്? ശ്രീജിത്തെ ഒന്ന് സ്റ്റേജിലേക്ക് വാ. ഞാൻ ചോദ്യം മനസ്സിലായെന്ന് ഞാൻ നോക്കട്ടെ, ചോദിച്ചോട്ടെ. അലക്സ്, ആരാ? ശ്രീത്ത് വന്നിട്ടുണ്ട്. ശ്രീത്തെ കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ ശ്രീത്തെ? ഹലോ, ശ്രീത്തിന് ശബ്ദം കേൾക്കുന്നില്ല. ശ്രീത്തിന് മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കൂ ശ്രീത്തെ. ഓക്കെ അല്ലേ? ഹലോ, ആ കേൾക്കുന്നുണ്ട്. ഇത്തിരി ശബ്ദത്തിൽ സംസാരിച്ചാൽ മതി ശ്രീജിത്തെ. പനിയാണ് സർ. ഓ പനിയാണോ? ഓക്കെ, ആ എന്നാ കുഴപ്പമില്ല, ഞാൻ അലക്സിനെ വിളിക്കാം കേട്ടോ. താങ്ക് യു. ഓക്കെ, എത്രയും പെട്ടെന്ന് ഭേദാവട്ടെ പനിയൊക്കെ. സോ അലക്സ് കേൾക്കുന്നുണ്ടോ? അലക്സ് സാറേ. ഓക്കെ, ഐ നോ ദാറ്റ് ഷീ ഈസ് എ ഗുഡ് ഗേൾ. ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസാ? കോംപ്ലക്സ്. എന്തുകൊണ്ടാണ് ഇത് കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞത്? ദാറ്റ് എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ വന്നിട്ടുണ്ട്. ദാറ്റ് എന്ന് പറയുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉണ്ട് അല്ലെ? ദാറ്റ് ഷീ ഈസ് എ ഗുഡ് ഗേൾ എന്ന് പറയുമ്പോൾ ഇതിന് പൂർണ്ണാർത്ഥമില്ല. അതുകൊണ്ട് ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഐ നോ എന്ന് പറഞ്ഞാലോ അർത്ഥമുണ്ട്. അർത്ഥമുണ്ട്. അതൊരു മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും കൂടി ചേരുമ്പോൾ കോംപ്ലക്സ്. കോംപ്ലക്സ് ആണ്. വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യം, ദോ ഹി വർക്ക്ഡ് ഹാർഡ് ഹി ഫെയിൽഡ് ടു ഗെറ്റ് എ പൊസിഷൻ. ഇതിലേതാ സബോർഡിനേറ്റ് ക്ലോസ്? ദോ. ദോ ഹി വർക്ക്ഡ് ഹാർഡ് എന്താണ്? സബോർഡിനേറ്റ് ക്ലോസ്. എസ് സി ആണ്. ഹി ഫെയിൽഡ് ടു ഗെറ്റ് എ പൊസിഷനോ? മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ്. അപ്പൊ ഇതിനോട് കൂടി ചേരുമ്പോ കോംപ്ലക്സ്. കോംപ്ലക്സ് സെന്റൻസ് ആയി. ഇനി അടുത്തത്, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ റീപ് ദ ബെനിഫിറ്റ്. ഇതിലേതാണ് സബോർഡിനേറ്റ് ക്ലോസ്? ഇഫ് യു വർക്ക് ഹാർഡ്. ആ ഓക്കെ, ഇവിടെ ഏതാ കൺജങ്ഷൻ? ഏതാ? ഇഫ്. ഇഫ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത്, ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനി ഹെൽപ്പ്. അതിലേതാ കൺജങ്ഷൻ? സബോർഡിനേറ്റ് ക്ലോസ്. ഇഫ് യു നീഡ് എനി ഹെൽപ്പ്. ഇഫ് യു നീഡ് എനി ഹെൽപ്പ്. ഇതിലെ മെയിൻ ക്ലോസ് ലെറ്റ് മീ നോ. ഓക്കെ, ലെറ്റ് മീ നോ സബോർഡിനേറ്റ് ക്ലോസ് ആണോ? മെയിൻ ക്ലോസ് ആണോ? സോറി, മെയിൻ ക്ലോസ് ആണോ? ആണ്. ശ്രദ്ധിക്കണം, ലെറ്റിലാണ് ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ, സബ്ജക്റ്റിലല്ല.
ലെറ്റിൽ ആരംഭിച്ചത്. പക്ഷെ ലെറ്റിൽ ആരംഭിച്ചെങ്കിലും അതിന് പൂർണ്ണാർത്ഥമുണ്ട്. അതൊരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് അത് മെയിൻ ക്ലോസ് ആണ്. യു കൻ സിറ്റ് വേർ എവർ യു ലൈക്ക്. ഇതിൽ ഏതാണ് സബോർഡിനേറ്റ്? wherever you like. Wherever you like. The train had left before we reached the station. ഇതിൽ ഏതാ സബോർഡിനേറ്റ് ക്ലോസ്? Before we reach the station. ഓക്കെ. അപ്പൊ എന്താ കോംപ്ലക്സ് സെന്റൻസ് അലക്സ? ഒരു മെയിൻ ക്ലോസും കൂടെ സബോർഡിനേറ്റ് ക്ലോസും വരുന്ന സെന്റൻസ്. ഓക്കെ. സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺജങ്ഷനുകൾ ഏതൊക്കെയാ? As, because, since, although, even though, whereas, while, even if, as long as, in case, where, wherever, in order that. Okay, very good. Thank you. Thanks a lot. ഒരുപാട് സന്തോഷം കേട്ടോ. Okay, sir. Yes. As soon as I saw the snake. As soon as ഉള്ളതുകൊണ്ട് ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. So this is ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. I fell asleep while. വൈൽ വന്നിട്ടുണ്ട്, ഇവിടെ അണ്ടിൽ വന്നിട്ടുണ്ട്, ഇതില് ആഫ്റ്റർ വന്നിട്ടുണ്ട്, ഇതില് വൈലുണ്ട്, ഇതില് ഈവൻ ഇഫ് ഉണ്ട്. ഇഫും തോയും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇഫും തോയും എപ്പോഴും ചോദിക്കുന്നത്. ഇതെല്ലാം കോംപ്ലക്സ് സെന്റൻസുകളാണ്. ഇനി നാളെ ഞാൻ എടുക്കാൻ പോണ ടോപ്പിക് വാട്ട് ഈസ് കോമ്പൗണ്ട് കോംപ്ലക്സ്. ഇത് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നാളെ ഇത് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം. എല്ലാ ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? നാളെ വർക്കൗട്ട് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്തുണ്ട്? വൊക്കാബുലറി ഉണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വൊക്കാബുലറിയിലേക്ക് ഒന്നും പോകുന്നില്ല. കാരണം എന്താ, ഇന്നത്തെ ടോപ്പിക് കുറച്ച് ഹാർഡായിരുന്നു, കുറച്ച് അധികം ഉള്ളത് കൊണ്ട് ഞാൻ ചോദ്യങ്ങളൊന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല. ചോദ്യങ്ങളെല്ലാം നാളെയാണ് നമ്മൾ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും നാളെ വർക്കൗട്ട് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വൊക്കാബുലറി എല്ലാ ദിവസവും ഓരോന്ന് വെച്ച് ഡിസ്കസ് ചെയ്തു പോകുന്നു. അത് നാളെ നിങ്ങൾ ഡിസ്കസ് ചെയ്തു പോകും. അപ്പോൾ ഇപ്പം നിങ്ങൾ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് ഒന്ന് പരത്തി പഠിച്ചിട്ടുണ്ട്. നാളെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് ചുരുക്കി പറയുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ ഇന്നത്തെ സെഷനോടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. നാളത്തെ ഒറ്റ ക്ലാസ്സോടെ മതി, നിങ്ങളിത് ക്ലിയർ ആക്കും. വെള്ളം പോലെയാവും. ഡോണ്ട് വറി. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.